നമ്മളും അങ്ങനെ ഫൈനലി തുടങ്ങിയിരിക്കുന്നു ഗൈസ് ഹാർഡ് കോർ സീരീസ്. ഹായ് ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ. ഗൈസ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പുതിയ ഹാർഡ് കോർ വേൾഡിൽ ഗൈസ് നിൽക്കുന്നത്. ഹാർഡ് കോർ വേൾഡിൽ ഞാൻ നിങ്ങളോട് എല്ലാം ചോദിച്ചത് ഞാൻ എങ്ങനെ തുടങ്ങേണ്ടത്. നിങ്ങളെല്ലാം പറഞ്ഞു ഫുൾ സർവൈൽ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഫുള്ളായിട്ട് സർവൈൽ ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് വിചാരിച്ചു ഗൈസ്. 100 എപ്പിസോഡ് ഒറ്റ ദിവസം കൊണ്ട് 100 ഡേ ഒറ്റ ദിവസം കൊണ്ട് തീർക്കാൻ ഓർത്തിരുന്നായി. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഇപ്പോൾ പതിയെ കളിച്ച് പതിയെ സാവധാനത്തിൽ സാധനങ്ങൾ ഗ്രൈൻഡ് ചെയ്ത് കളിക്കാൻ ഓർത്തു ഗൈസ്. ഇന്ന് തുടങ്ങി ഇന്ന് തന്നെ 20 സംശയമുണ്ട്. ഞാൻ അങ്ങനെ ഹാർഡ് കോർ കളിച്ചതൊന്നും മുരിപ്പിച്ചിട്ടില്ല. നോക്കാം, നമുക്ക് ശ്രമിക്കാം ഗൈസ്. ആദ്യം വില്ലേജ് നമുക്ക് കണ്ടുപിടിക്കാം. പിന്നെ ആദ്യം വില്ലേജ് അല്ലല്ലോ ഗൈസ്, ആദ്യമേ നമ്മുടെ ആവശ്യത്തിനുള്ള ആർമൈസ് അല്ലേ കണ്ടുപിടിക്കും അല്ലേ. ആദ്യമേ ഡിഫോൾട്ട് ടൂൾസ് ഉണ്ട് ഉണ്ടാക്കണ്ടേ ഗൈസ്. നോർമൽ ടൂൾസ് കുറച്ച് ക്രാഫ്റ്റ് ചെയ്തെടുത്തേക്കാം ഗൈസ്. ഒരു പിക്കാക്സ് ക്രാഫ്റ്റ് ചെയ്തെടുത്തേക്കാം. രാത്രി ആവുന്ന അറിയണം. രാത്രി ആയി കഴിഞ്ഞാൽ ഞാൻ പെടും. ഇവിടെ ഒരു ഫുഡ് അറിയുന്നു. ഈ ഭയം ഭയപ്പെടിക്കും. വില്ലേജ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തേക്ക് വില്ലേജിനെ ബോട്ട് കെട്ടിക്കൊണ്ടാകത്തുള്ളൂ. ബോട്ട് ചട്ടി കെട്ടിക്കൊണ്ടാകുന്നൊക്കെ ബോട്ട് കെട്ടിക്കൊണ്ടാകില്ല. ഫുഡൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു കുറച്ച് 2 സ്റ്റോൺ കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് മൈൻഡ് ചെയ്യാനുള്ളൂ. പക്ഷെ എന്നാലും എനിക്കൊരു മടി മൈൻഡ് ചെയ്യാൻ വേണ്ടി നോക്കട്ടെ. വെയിറ്റ് ചെയ്ത് അതല്ലേ ലാവയാണല്ലോ ഈ ഫസ്റ്റ് ലാവയാണ് ചാവേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് ഇങ്ങനെ റേഞ്ച് ചെയ്ത് പോകുന്ന വഴിക്ക് കുറച്ച് സ്റ്റോണൊക്കെ കിട്ടും ഗൈസ്. പോകുന്ന വഴിക്ക് നമുക്ക് ആവശ്യമുള്ള, എനിക്ക് തോന്നുന്നു ഗൈസ്, നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനം മൈൻഡ് ചെയ്തങ്ങ് പോവുകയാണെങ്കിൽ ബിൽഡ് ചെയ്യാനൊക്കെ യൂസ്ഫുള്ളാവും. അത്യാവശ്യം എല്ലാ സാധനം നമുക്ക് ഇങ്ങനെ എടുത്തുകൊണ്ട് പോവാം. കയ്യിൽ പിക്കാക്സ് വേണോ അത് വേണോ എന്നൊന്നും ഇല്ലല്ലോ. കയ്യിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും വെച്ച് അങ്ങ് മൈൻഡ് ചെയ്ത് ഈ വുഡൊക്കെ ആവശ്യം വരും. അപ്പോൾ ഈ വുഡൊക്കെ മൈൻഡ് ചെയ്ത് പോയേക്കാം. പ്ലേസിൽ കൊണ്ടുപോയി അതിനുവേണ്ടി കൈസ് ഇല്ലേ മല എത്ര കൈസ് പൊട്ടിപ്പൊളിച്ചെങ്കിൽ വരിക. കുറെ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരുമോ? വയം കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നുമില്ലല്ലോ. തൊട്ടടുത്തല്ലേ വയം. നമ്മൾ വില്ലേജ് തൊട്ടടുത്ത് കിട്ടും കേട്ടോ. അതിക്കത്തില്ല. അത്യാവശ്യം കുറച്ച് മരത്തിന്റെ ആവശ്യമുണ്ട്. അല്ലെങ്കിൽ നമുക്ക് കഷ്ടപ്പെട്ട് വെട്ടണേ. എനിക്ക് ഒറ്റയ്ക്ക് ഉള്ളത് അതുകൊണ്ട് ഒറ്റയ്ക്ക് കഷ്ടപ്പെടേണ്ടി വരും. ഇഷ്ടപ്പാട് ബുദ്ധിമുട്ട് തയ്ച്ച് ഇനി കാര്യങ്ങൾ ചെയ്യണം. ആദ്യമേ വില്ലേജ് കിട്ടുമെന്ന് നോക്കാം ഗൈസ്. ആദ്യം വില്ലേജിലേക്ക് നമുക്ക് പോകണം. എല്ലാം എന്തെങ്കിലും ആവശ്യം വരും ഗൈസ്. ക്രാഫ്റ്റ് ചെയ്യാന്നുള്ളൂ അല്ലേ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. ശരിയാ, ക്രാഫ്റ്റ് ചെയ്യാന്നുള്ളൂ. വുഡ് കണ്ടിട്ട് നമ്മൾ ചെല്ലുന്ന സ്ഥലത്ത് ഇങ്ങനത്തെ വുഡ് ഒറ്റയടിക്ക് മൈൻഡ് ചെയ്യാൻ പറ്റിയ വുഡ് കിട്ടുമെന്ന് സംശയമാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ ഫസ്റ്റ് സർവേയിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എല്ലാം ഗ്രൈൻഡ് ചെയ്ത് നോക്കുക. അപ്പോഴാണെങ്കിൽ എളുപ്പം ഉണ്ടാവും. നമ്മൾ അവിടെ ചെന്നേണ്ട ആവശ്യമില്ല. നമ്മൾ പോകുന്ന വഴിക്ക് വില്ലേജ് വരെ എത്തുന്ന വഴിക്കുള്ള എല്ലാ സാധനങ്ങളും ഞാൻ മൈൻഡ് ചെയ്ത് ഇങ്ങനെ ഫസ്റ്റ് 3 സ്റ്റോൺ എടുത്ത് മൈൻഡ് ചെയ്യാം. ക്രാഫ്റ്റ് ടേബിൾ, പിക്കാക്സ്, ഇപ്പൊ പഴയ എക്സാക്ട് നമുക്ക് എടുത്താൽ നമുക്ക് ഈ പഴയ പിക്കാക്സ് എന്തിനാ എന്നിട്ട് ആവശ്യമില്ല. നമ്മുടെ കുടുംബത്തിന്റെ പാരമ്പര്യം അനുസരിച്ച് നമുക്ക് അത് ആവശ്യമില്ല. നമ്മുടെ കുടുംബത്തിന് അത് പാടില്ല. അതാണ് ആവശ്യമുള്ള സാധനങ്ങൾ മൈൻഡ് ചെയ്തെടുക്കട്ടെ. നമുക്ക് കിട്ടിയ മൈൻഡ് ചെയ്ത സാധനങ്ങളെല്ലാം നമ്മുടെ അടുത്ത് പോവുക. ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരും. എനിക്കൊരു പ്രതീക്ഷയില്ല. വില്ലേജുമായിട്ട് കമന്റ് അടിച്ച് വില്ലേജിൽ തന്നെ കൂടും. അവരുടെ വീട്ടിൽ ഞാൻ കൂടും. അത്രേ ഉള്ളൂ. എനിക്ക് വേറൊരു പണിയില്ല. അത് ഈ കൂണും കാര്യങ്ങളൊക്കെ പറിച്ചെടുത്തേക്കാം. വില്ലേജ് കിട്ടുമായിരിക്കും. ഭയവും മാറിയില്ല. മറ്റേ ഭയവുമിലേക്കായി വേറെ ഭയവുമായി. ഈ ഭയവിന്റെ പേരെനിക്ക് അറിഞ്ഞോടെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമന്റ് ഇട്ടാട്ടോ. കിട്ടുന്ന വുഡെല്ലാം മൈൻഡ് ചെയ്തെടുക്കാം ഗൈസ്. ആവശ്യത്തിന് വുഡൊക്കെ അവിടെ ചെന്നിട്ട് ബിൽഡ് ചെയ്യാൻ എന്തെങ്കിലും ആവശ്യം വന്നാൽ പെട്ടെന്ന് ബിൽഡ് ചെയ്യാലോ. കിട്ടുന്ന എല്ലാ വുഡും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തേക്കാം. ആവശ്യം വരും. എല്ലാം ആവശ്യം വരും. ഇതിൽ ആവശ്യം വരാതിരിക്കത്തില്ല. കുറെ കോഴികൾ നിൽക്കുന്നു. കോഴികൾ കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യമില്ല, ഒരു ഉപയോഗമില്ല. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ കേസ്. ബേസിക് ആയിട്ട് നിങ്ങൾ ഇപ്പം ഒരു ഹാർഡ് കോർ തുടങ്ങുമ്പോൾ പെട്ടെന്ന് യാതായിരിക്കാനുള്ള സംഭവം അത് എല്ലാവർക്കും. നിങ്ങൾ ഇപ്പം സർവേയിൽ തുടങ്ങി ഇതിന്റെ സീഡ് ഞാൻ അറിയാണ്ട് കേട്ടോ. ഈ സീഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇത് സീഡ് കണ്ടുപിടിച്ചിട്ട് അപ്പം നിങ്ങൾക്കും എൻ്റെ ഒപ്പം തന്നെ ഗ്രൈൻഡ് ചെയ്ത് തുടങ്ങാമല്ലോ. ഇതുപോലെ സിംഗിൾ പ്ലെയർ ഉണ്ടാക്കിയിട്ട് അത് നിങ്ങൾക്ക് കളിക്കാമല്ലോ. സെയിം സീഡ് വെച്ചിട്ട്. കൊള്ളാത്ത 2 എണ്ണം കിട്ടി. 2 കിട്ടുന്നത് ഫുഡ് ഗൈസ്. മാക്സിമം ഫുഡ് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ വില്ലേജ് കിട്ടി കഴിയുമ്പോൾ അവിടെ ചെന്നിട്ട് വില്ലേജുകൾ തണ്ടാൻ പറ്റത്തില്ലല്ലോ. ഒന്ന് നിങ്ങൾ പോകുന്നതായിരിക്കും. നിങ്ങൾ ക്രിയേറ്റീവ് അല്ല ഗൈസ്. നിങ്ങൾ ഹാർഡ് കോർ ആണെങ്കിൽ ഇത് കാണുന്നുണ്ടോ? ഈ കാണുന്ന സാധനം കണ്ടോ? ഈ ബീനൊന്ന് അടിച്ചാൽ മതി ഗൈസ്. പിന്നെ നിങ്ങൾക്ക് സർവേയിലുണ്ട് അവസരം വരത്തില്ല. പെട്ടെന്ന് കളി തോന്നുള്ളൂ. പോകുന്ന വഴിക്ക് ബിയൊക്കെ അടിച്ചു തന്നോ. അടിച്ചിട്ട് നോക്കോ. അടിച്ചിട്ട് ഓടിക്കണം കേട്ടോ. എന്റർടൈൻമെന്റ് ആവണം ഇതൊക്കെ. രാത്രിയായോ സംശയം. രാത്രി ആവുന്നുള്ളൂ. പെട്ടെന്ന് രാത്രിയാകുമ്പോൾ പെട്ടെന്ന് ബെഡ് വെച്ച് കിടക്കുന്നു. സ്ലീപ്പ് ആവുന്നു. ഓടോടെ അടുത്ത വില്ലേജ് പെട്ടെന്ന് കിട്ടും. ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ വില്ലേജ് കിട്ടുമെന്ന് എൻ്റെ പ്രതീക്ഷ. നിങ്ങളുടെ പ്രതീക്ഷ എന്തായി?
കിടക്കാൻ പറ്റി. ഫസ്റ്റ് സ്ലീപ്പ് ഗൈസ്, ഫസ്റ്റ് ഡേ നമ്മൾ ഫസ്റ്റ് ഡേ ഉറങ്ങി കളഞ്ഞിരിക്കുന്നു. ഡേ 1 തീർന്നു. അതെന്തടാ കുളത്തില്ല, നീന്താ നീന്തിപ്പോ അല്ലാവൻ എന്ത് ചെയ്യാനാ? ഇതിലിപ്പോ ബോട്ട് ഉണ്ടാക്കിയാൽ മതിയെന്നു വെള്ളത്തിനടി കൂടെ പോയാൽ സ്പീഡിലെത്താലോ. എനിക്ക് തോന്നുന്നില്ല കേട്ടോ പെട്ടെന്ന് വില്ലേജ് കിട്ടുന്നത്. വില്ലേജ് ഒന്നും ഇല്ലല്ലോ ഇവിടെ. വയോമ്പ് സാൻഡായി. സാൻഡ് മൈൻ ചെയ്താലോ? സാൻഡ് മൈൻ ചെയ്യാം. ആവശ്യത്തിന് കുറച്ച് സാൻഡ് ഒക്കെ ഇരിക്കുന്ന നല്ലതാണ്. ഗ്ലാസ് ഒക്കെ ഉണ്ടാകും ഉപകാരപ്പെടും. എല്ലാ സാധനങ്ങളും മൈൻ ചെയ്തെടുക്കാം. അത്യാവശ്യം കിട്ടുന്ന എല്ലാം എടുത്ത് മൈൻ ചെയ്ത് പോവാം. കുറച്ച് അകലെ വില്ലേജ് കിട്ടുന്നതായിരിക്കും നല്ലത് കേട്ടോ. അതാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇങ്ങനെ മൈൻ ചെയ്ത് കുറെ കിട്ടും ചെയ്യും. അവിടെ ഒരു ഇത് നിൽക്കുന്നടാ, ഷുവർക്കൈൻ നിൽക്കുന്നടാ. ഒരു ബോട്ട് ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ലല്ലോ, അത്രേ ഉള്ളൂ. എല്ലാ ഐറ്റംസ് ഇതൊക്കെ നമുക്ക് ആവശ്യം വരും, ഭാവിയിൽ ഉപകാരപ്പെടും കൈസ്. ഇങ്ങനെ പോകുന്ന വഴിക്ക് എല്ലാം എടുത്തോണ്ട് പോകുകയാണെങ്കിൽ എല്ലാം നല്ല യൂസ്ഫുൾ ആണ് എല്ലാം. ഈ ബോട്ടിൽ ഇപ്പം കുറച്ച് ഈ നടക്കണ്ടല്ലോ, നടന്ന് കാലൊടിക്കും, തുരഞ്ഞ് കൈ കളയണി, കാലൊടിക്കേണ്ട ആവശ്യമില്ല. ഒന്നും കാണാനില്ല, ഒരുത്തിനെ പോലും കാണാനില്ല, ഒരു വില്ലേജ് പോലും കാണാനില്ല. അതേ കിട്ടിയാൽ മതി. ഞാൻ വെറുതെ പറഞ്ഞാട്ടെ, പെട്ടെന്ന് കിട്ടുവാണെങ്കിൽ അത്രയ്ക്ക് ഉപകാരം. അത് ഷുവർക്കൈൻ അത്ര ഷുവർക്കൈൻ നട്ട് വളർത്താമല്ലോ, ആവശ്യമുള്ള സാധനങ്ങളുണ്ട്. പതിയെ തുരഞ്ഞ് കിട്ടുന്നത് പ്രതീക്ഷയില്ലത്. കുറെ ആയാലും ഞാൻ തഴഞ്ഞ് ഞാൻ ഇല്ലാണ്ടാവും കേട്ടോ. അത് വില്ലേജ് കിട്ടാൻ വേണ്ടി ഞാൻ നോക്കുന്നത്. ഈ ആയപ്പോൾ വില്ലേജ് കിട്ടുന്ന എനിക്ക് പ്രതീക്ഷയില്ല. എന്നത് ഈ ബോട്ട് ക്രാഷ് ആയി കഴിച്ചില്ല, ക്രാഷ് ആയില്ല. ഇപ്പൊ ക്രാഷ് ആയനെ ഇടിച്ച്. അങ്ങനെ ഫൈനലി ഞാൻ ബോട്ട് കരക്കടിപ്പിച്ചിട്ടുണ്ട്. കരക്കടിപ്പിച്ചു. വില്ലേജും കിട്ടിയില്ല. വില്ലേജ് കിട്ടുന്നൊക്കെ ഞാൻ ബോട്ട് കരക്കടിപ്പിച്ചു. എന്നിട്ട് ഞാൻ നടന്നു പോകാൻ നിർത്തി. ഇനി നടന്ന് കണ്ടുപിടിക്കാം. അത് പൊട്ടാത്തത് നടന്ന് കണ്ടുപിടിക്കാം, അത്രേ ഉള്ളൂ. എടുത്ത് ഇൻവെന്റ് വെച്ചാൽ അപ്പോൾ കുറച്ച് സാധനം ഇവിടെ കളക്ട് ചെയ്യാലോ, കുറച്ച് ബ്ലോക്ക് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് പോകാലോ. പങ്കി അതായത് കണ്ടു നിർത്തി വേറെ ഒന്നുമല്ല, പങ്കിയും കണ്ടു നിർത്തിയത്. ഇവിടെ എവിടെയും കാണുകയും കാണാം. അത് അടപ്പാനാ വില്ലേജ് അവിടെ കിട്ടുമല്ലോ, കിട്ടുമായിരിക്കണം. കിട്ടാതെ അടപ്പാനാ. റൂയിൻ്റെ ബോട്ടിലാണ് ഒരു മരത്തിന്റെ കമ്പ് കണ്ടു. റൂയിൻ്റെ ബോട്ടിൽ കണ്ടുപിടിച്ചേക്ക്. റൂയിൻ്റെ ബോട്ടിൽ ഇല്ല, അവിടെ എല്ലാം ഉണ്ട്. എടുത്തും പോവാം. നോക്കട്ടെ. ഡെസ്റ്റിനകത്ത് എന്താ ഉള്ളത്? ഫയർ പ്രൊട്ടക്ഷൻ ഉണ്ട്, റോൺസ് ഉണ്ട്, ബെല്ലുണ്ട്, പാൻറ് ഉണ്ട്, ആക്സ് ഉണ്ട്. സ്കിൽ ടച്ച് ആക്സ് ആണ്. ഒരു ഇരിക്കട്ടെ അതൊക്കെ ആവശ്യം വരും. ലിൻഡ് ആൻഡ് സ്റ്റീൽ ഇരിക്കട്ടെ, എല്ലാം വരും കഴിച്ചിട്ട് ആവശ്യം വരും. ഇത് ഇടാം, ആർമർ കിട്ടും. ആക്സ് എന്താണ് സ്കിൽ ടെക് അല്ലേ, സ്കിൽ ടച്ച് വെച്ച് നമുക്ക് എന്തെങ്കിലും ആവശ്യമുള്ള ബ്ലോക്ക് പൊട്ടിച്ചെടുക്കാൻ ഞാൻ പൊട്ടിച്ചെടുക്കാം. ഈ പങ്കിങ് കൊണ്ട് അടുത്ത് വില്ലേജ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഏതാനാടാ? അവനെ ആദ്യം വെട്ടണം. ഞാൻ അത് പ്രതീക്ഷിച്ച് ഈ വില്ലേജ് ഇവിടെ പങ്കിങ് കണ്ടല്ലോ എന്ന് പറഞ്ഞ് വില്ലേജ് കത്തി നടക്കുന്നത് കാണുമായിരിക്കും. കാണാം. അതോടൊപ്പം ഞാൻ ഇത്രയും നടന്നിട്ടൊരു വില്ലേജ് കിട്ടിയില്ലെങ്കിൽ പിന്നെ വില്ലേജിന് വേണ്ടി അലഞ്ഞ് നടക്കുന്നത് വെറുതെ അല്ലേ. നോക്കട്ടെ. ഇല്ലടാ, ഇവിടെ ഒന്നും ഇല്ല. അപ്പൊ കേസ് നമ്മളെ വീണ്ടും വില്ലേജ് കിട്ടി. ഫൈനലി വില്ലേജ് കണ്ടുപിടിച്ച്. ഞാൻ വില്ലേജ് കിട്ടിയില്ല ഓർത്തിരിക്കുക. വില്ലേജ് കിട്ടി. പക്ഷെ ഇവിടെ ഒരു മരം പോലും ഇല്ല കേസ്. ഇവിടെ എങ്കോളുണ്ട്. പക്ഷെ നല്ല ഭയമാക്കുന്നല്ല, നമ്മൾ നട്ടുപിടിപ്പിക്കണമുള്ളൂ എല്ലാം അല്ലേ. ഒരു മരത്തിന്റെ ഒരു അവശിഷ്ടം പോലും ഇല്ല ഈ കാട്ടിലൊന്നും. വില്ലേജൊക്കെ ഏതെങ്കിലും വില്ലേജ് കയറി നമുക്ക് നമ്മളെ കൊണ്ടുവന്ന് ബെഡ് വെച്ചേക്കാം. ഐറ്റംസ് ഒന്നും ഇല്ല. ഒരു വില്ലേജ് കണ്ടാൽ പിന്നെ വില്ലേജിനകത്ത് എന്തെങ്കിലുമൊക്കെ വേണ്ടേ? വില്ലേജിനകത്ത് എന്തെങ്കിലും കൂടുതലായിട്ട് വേണ്ടേ? ലാവയൊക്കെ ഉണ്ടല്ലോ ഇവിടെ വില്ലേജിനകത്ത്. കൊണ്ട് സെറ്റിൽ ഇവിടെ നല്ല ഭയവും നല്ല കാണാൻ നല്ല രസമുണ്ട് ഈ ഒരു ഏരിയ. ഈ ഭാഗത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി നമുക്ക് ബെഡ് വെച്ചിട്ട് സെറ്റാവാം. ഇവിടെ അല്ലേ ഈ ബേസിനകത്തിലെ കൊണ്ട് ബെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് സെറ്റിലാവാം പതിയെ. ഒരു ചെസ്റ്റ് ഉണ്ടാക്കാം. കൈ കൊണ്ടുവന്നെല്ലാം വെക്കാൻ വേണ്ടി രണ്ട് ചെസ്റ്റ് ഉണ്ടാക്കാം. ഒന്നാക്കണ്ട, ഇതിലൊന്നാക്കുന്നേ. നേരം വിളിപ്പിച്ചാൽ രണ്ടാമത്തെ ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം ഇപ്പൊ സ്ലീപ്പായിട്ട് ഞാൻ നേരം വിളിപ്പിക്കും. ഡേ ടു ആയി. ഇപ്പോൾ നമുക്ക് കയ്യിൽ നമ്മൾ വില്ലേജ് കണ്ടുപിടിച്ചു. ഇതിനകത്ത് തന്നെ ഐറ്റംസ് കൊണ്ടുവന്ന ഐറ്റംസ് എല്ലാം വെച്ചിട്ടുണ്ട്. വില്ലേജ് ലൂട്ടാനൊന്നും പോയില്ല. വില്ലേജ് ലൂട്ടുന്നൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം. ഇവിടെ ചെറിയൊരു വീട് പണിതാലേ തൽക്കാലത്തേക്ക്. എങ്ങനെയാലും ഒരു ചെറിയ വീട് പണിതിട്ട് അതിനകത്തേക്ക് മാറാം. എന്ത് പറയുന്നു? ഇവിടെ ചെറിയൊരു വീട് പണിയാം. ഓക്കെ, കാര്യങ്ങൾ പണിതേക്കാം. അത് മൊത്തം ക്ലീൻ ആക്കിയിട്ട് ഇവിടെ വീട് പണിയാവുന്ന സ്ഥലം വെക്കാം.
നമ്മുടെ പുതിയ വീട് കഴിച്ച് ഞാൻ വന്ന് വില്ലേജ് വീടും പണിന്ന് കഴിച്ച് ചെറിയൊരു വീട് സെറ്റ് ആക്കിയിട്ടുണ്ട്. അത്യാവശ്യം ചെസ്റ്റ് റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നോക്കി അത്യാവശ്യം കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ചെറിയൊരു വീട് ചെറിയൊരു സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇത്രയും ചെറിയൊരു വീട് മതിയല്ലോ തൽക്കാലം. ഇത് സ്റ്റോറേജ് റൂം അല്ല വലിയ ആവശ്യത്തിലായിരുന്നു. അപ്പോൾ ചെറിയൊരു വീട് സെറ്റ് ആക്കിയിട്ട് വന്നിട്ട് കുറേ നേരം എടുത്ത് കേസ് പണിയാൻ വേണ്ടി ഞാൻ കുറേ സമയം എടുത്തിട്ട് പണിയാൻ വേണ്ടിയിട്ടുണ്ട്. വീട് അത്യാവശ്യം കൊള്ളാതെനിക്ക് തോന്നുന്നു. അത്യാവശ്യം ചെറിയൊരു വീട് വന്നേക്കുന്നത്. നമുക്ക് സ്റ്റോറേജിന് ആവശ്യമുള്ള അത്യാവശ്യം സ്റ്റോറേജുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഇപ്പോൾ കണ്ടോ അത്യാവശ്യം ഐറ്റംസ് ഒക്കെ ഉണ്ട്. കണ്ടോ ഇത്രയും ഞാൻ കളക്ട് ചെയ്ത് ഇതിൻ്റെ കുറേ പ്രാവശ്യം മുൻപ് വെട്ടാനൊക്കെ പോയി. ചെറിയ വീട് വേണേൽ ഇത്രയും സമയം എടുത്ത് ഫസ്റ്റ് എപ്പിസോഡ് നമുക്ക് ഇവിടെ നിർത്താൻ കഴിച്ച് നമുക്ക് എത്ര ഡേ നോക്കി പറയാൻ കഴിച്ച് എത്ര ഡേ എന്ന് പറയാം. എത്ര ഡേ 5 എന്നാണ്ടായി ഗൈസ്. ഫസ്റ്റ് ഡേ 5 ആയിട്ടുള്ളൂ. ഡേ 6 കടന്ന് കംപ്ലീറ്റ് ആവുന്നുള്ളൂ. ഡേ 6 മുമ്പ് നമ്മൾ ഡേ 5 കൊണ്ട് നമ്മൾ ഇത്രയും മൈൻക്രാഫ്റ്റ് ഡേ 5 കൊണ്ട് നമ്മൾ ഇത്രയും ചെറിയൊരു വീടും പണിത് വില്ലേജ് ഫൈൻഡ് പിടിച്ച് എല്ലാം ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്ക് ഫസ്റ്റ് എപ്പിസോഡ് വെച്ച് നിർത്താൻ ഗൈസ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റാ ബൈ.